സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. റെക്കോർഡ് വിലവർധനവിന് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 240 രൂപ കുറഞ്ഞു. തിങ്കളാഴ്ച 54,640 എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തിയ ശേഷം ആദ്യമായാണ് വില കുറയുന്നത്. ഇന്നത്തെ വിപണി വില 54,120 രൂപയാണ്. ഏപ്രിൽ 1 മുതൽ തന്നെ 50,000-ന് മുകളിലാണ് സ്വർണ്ണവില. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സ്വർണത്തിലുള്ള നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് നയിക്കുന്ന കാരണമാണ് വില ഉയരുന്നത്. നിലവിൽ സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം 59,000 രൂപ നൽകണം. സ്കൂട്ടർ അപകടത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനി വാഹനാപകടത്തിൽ മരിച്ചു. മലപ്പുറം മഞ്ചേരി കിഴക്കേത്തല സ്വദേശി ഓങ്ങൽ അബ്ദുൽ സലാമിന്റെ മകൾ ഫാത്തിമ തസ്കിയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കൽപ്പറ്റ പിണങ്ങോട് പന്നിയാർ റോഡിൽ വെച്ച് നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. സഹയാത്രികയും സുഹൃത്തുമായ അജ്മയെ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. മെഡിക്കൽ ഹെൽത്ത് ക്ലബ്ബ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. പിണങ്ങോട് നിന്നും പൊഴുതന 6-ാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ തസ്കിയ സഞ്ചരിച്ച സ്കൂട്ടർ റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. തസ്കിയ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സുഹൃത്ത് അജ്മിയെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങാടി മരുന്ന് ഉപയോഗിച്ച വാറ്റിന് 1000, സാധാരണ ചാരായത്തിന് 700. വീട്ടിൽ ചാരായ വിൽപ്പന, യുവാവ് അറസ്റ്റിൽ. വീട്ടിൽ ചാരായം നിർമ്മിച്ചു വന്ന യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാവങ്ങാട് കീഴ്വലത്ത് താഴെ മുദ്രിക്കത്തറമ്പിൽ ശരത്തിനെയാണ് എക്സൈസ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 1200 ലിറ്റർ വാഷും 200 ലിറ്റർ ചാരായവും പിടികൂടി. സർക്കിൾ ഇൻസ്പെക്ടർ T രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. വിഷുവും തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് യുവാവ് വൻതോതിൽ വാറ്റ് നിർമ്മിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു. വീട്ടിൽ സ്റ്റെയർ റൂമിനകത്ത് തന്നെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഇയാൾ ചാരായ നിർമ്മാണം നടത്തിയത്. ഇവിടെ നിന്നും വാറ്റാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ഗ്യാസ് സ്റ്റൗ, സിലിണ്ടറുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ വൻതോതിൽ ചാരായം വാറ്റുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ച് വാറ്റിയ ചാരായം ലിറ്ററിന് 1000 രൂപയ്ക്കും സാധാരണ ചാരായം 700 രൂപയ്ക്കുമാണ് വിറ്റിരുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ജയ് ശ്രീറാം വിളിച്ചതിന് യുവാക്കളെ 3 പേർ മർദ്ദിച്ചതായി പരാതി. ജയ് ശ്രീറാം വിളിച്ചതിന് യുവാക്കളെ മർദ്ദിച്ചെന്ന് പരാതി. 3 പേർ അറസ്റ്റിൽ. ജയ് ശ്രീറാം വിളിച്ചെന്നാരോപിച്ച് ബംഗളൂരുവിൽ കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന 3 പേരെ മർദ്ദിച്ചെന്ന് പരാതി. വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതിന് പിന്നാലെ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. ആകെ 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. ചിക്കപ്പെട്ടഹള്ളിയിൽ രാമനവമി ദിനത്തിൽ കാറിൽ കൊടിയുമായി ജയ് ശ്രീറാം വിളിച്ചു പോകുമ്പോഴാണ് 3 യുവാക്കൾ ആക്രമിക്കപ്പെട്ടതെന്ന് ബംഗളൂരു സിറ്റി DCP BM ലക്ഷ്മി പ്രസാദ് പറഞ്ഞു. യുവാക്കളെ ബൈക്കിലെത്തിയ 2 പേർ തടയുകയായിരുന്നു. ജയ് ശ്രീറാം വിളിച്ചതിനെ ഇവർ ചോദ്യം ചെയ്തു. തുടർന്ന് വാക്കേറ്റമുണ്ടായി. മർദ്ദനത്തിൽ ഒരാളുടെ മൂക്കിന് പരിക്കേറ്റെന്നും പോലീസ് പറഞ്ഞു. ബൈക്കിലെത്തിയവരും ചില നാട്ടുകാരും ചേർന്നാണ് കാറിലുണ്ടായിരുന്നവരെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 295, 298, 324, 326, 506 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 5 പ്രതികളിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ബാക്കി 2 പേരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ 3 പേർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൃത്രിമം കാട്ടിയെന്ന് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിലും തിരിമറിയെന്ന് പരാതി. വോട്ട് ചെയ്ത് ബോക്സിൽ നിക്ഷേപിച്ച ബാലറ്റ് പുറത്തെടുത്തതായാണ് പരാതി. കോഴിക്കോട് ബാലുശ്ശേരി 31-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് കവറിലിട്ട് സീൽ ചെയ്യാതെ ബോക്സിൽ നിക്ഷേപിച്ചു. അബദ്ധം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ബോക്സിൽ നിന്ന് ബാലറ്റ് തിരികെ എടുത്ത ബാലറ്റ് കവറിലിട്ട് സീൽ ചെയ്ത് വീണ്ടും നിക്ഷേപിക്കുകയായിരുന്നു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ മുതലാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ചത്. ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയാത്ത 85 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമായാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അപേക്ഷ നൽകിയവരുടെ വീടുകളിലാണ്
അധികാരപ്പെട്ടവരെത്തി വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകുന്നത്.